ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 9ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നമുക്ക് മലയാളം സെക്കൻഡിൽ പഠിക്കാനുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ സുന്ദരമായൊരു പാഠഭാഗമുണ്ട്. ഏതാണ് മക്കളെ? ഭക്ഷണവും ആരോഗ്യവും അല്ലേ? ഹെലേന നോർബർഗ് എഴുതിയ നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്ന ലേഖനത്തെ മലയാളത്തിലേക്ക് MP പരമേശ്വരൻ വിവർത്തനം ചെയ്ത മനോഹരമായ ഭക്ഷണത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു ലേഖനമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. സെറ്റലടാ, നമുക്ക് നമ്മുടെ ആനുവൽ എക്സാമിന് അടുത്തെത്തിയല്ലേ? ഇനിയിപ്പം നമ്മുടെ ആനുവൽ എക്സാമിന് പ്രധാനമായും ചോദ്യങ്ങൾ വരുന്ന ഒരു പോർഷനാണ് അവസാനത്തെ യൂണിറ്റ്. അതിൽ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് അല്ലേ? കിട്ടുമാവനുണ്ട്, അല്പമല്ല ഭുജിക്കുന്നുണ്ട്. ഈ ചാപ്റ്റർ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അതേപോലെ തന്നെ പ്രധാനമായ അവസാനത്തെ ഒരു ചാപ്റ്ററാണ് ഭക്ഷണവും ആരോഗ്യവും അല്ലേ? ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം, ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം. ജീവിതത്തിൽ നാം ഏതൊക്കെ തിരക്കിലായാലും ഏതൊക്കെ അവസ്ഥയിലായാലും ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ജീവൻ്റെ വലിയൊരു എന്താണ് മക്കളെ? ഉപാധിയാണ്, സംരക്ഷണമാണ്. പക്ഷെ നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലേ? രാത്രിയാകുമ്പോൾ നമ്മൾ ഇറങ്ങും. എവിടത്തേക്കാ? ചിക്കൻ കബാബ്, കബ്സ, പിന്നെന്താണ് മന്തി, അത് പെരി പെരി, അൽഫാം, പിന്നെ ഹണി, പിന്നെ ചിക്കൻ പൊള്ളിച്ച്, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടല്ലേ? മന്തി മയോണൈസിലാണ് കുളിക്കുന്നത് തന്നെ മലയാളികൾ. ഇപ്പോൾ നമ്മുടെ ഭക്ഷണ സംസ്കാരം തീരെ മാറിയല്ലേ? നമ്മൾ ഉറങ്ങേണ്ട സമയം പാതിരാത്രി, നമ്മുടെ ആമാശയം ഇങ്ങനെ ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നല്ല കൊഴുത്ത അൽഫാമും ബീഫെല്ലാം അടിച്ച് മിനിച്ച് നമ്മുടെ ആരോഗ്യം അങ്ങ് ഇല്ലാണ്ടാക്കും. നമ്മുടെ പറമ്പിലെ നമ്മുടെ പ്രാദേശിക വിളകൾ, നമ്മുടെ കിഴങ്ങ്, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. പകരം എന്താണ്? കൃത്രിമമായിട്ട് രാസവസ്തുക്കളാൽ സമ്പന്നമായ എന്താണ് മക്കളെ? ഭക്ഷണങ്ങളോടാണ്, ആഹാര പദാർത്ഥങ്ങളോടാണ് നമുക്ക് പ്രിയം. ഇതിനെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഭക്ഷണത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച്, കൃത്രിമമായ ഭക്ഷണം കഴിച്ച് നമ്മൾ മരിച്ചു പോകാൻ ഇടവരുതേ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം പറയുന്ന മനോഹരമായ MP പരമേശ്വരൻ്റെ ലേഖനമാണ് ഇത് മക്കളെ. ഭക്ഷണവും ആരോഗ്യവും. ഏതാണ് മക്കളെ? ഭക്ഷണവും ആരോഗ്യവും. എന്നാൽ തുടക്ക ഭാഗത്തെ ആ ഒരു 2 വരികൾ ശ്രദ്ധിക്കും നിങ്ങളെ. അടച്ചു വെച്ചത് വേഗം തിളയ്ക്കുന്നു, അടുപ്പിലായാലും അടുക്കളയിലായാലും അല്ലേ? അടച്ചു വെച്ചത് വേഗം തിളയ്ക്കുന്നു. ശുദ്ധമായ ഭക്ഷണം കഴിക്കണം. മയോണൈസും പിന്നെന്താണ് മക്കളെ? നമ്മുടെ ഈ കൃത്രിമമായ നിറങ്ങൾ ചേർത്ത, പ്രിസർവേറ്റീവ്സ് ചേർത്ത ഭക്ഷണങ്ങൾ കഴിച്ച് താല്പര്യപ്പെടുന്ന മക്കളാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാന പാഠം എന്ന് പറയുന്നത് അതൊക്കെ സ്വാദ് മാത്രമേ ഉള്ളൂ, ഗുണമില്ല. അടുക്കളയിലെ അമ്മയുടെ കൈകൊണ്ട് ചുട്ടരച്ച ചമ്മന്തിയും കഞ്ഞിയും കുടിക്കുന്ന സുഖവും ഗുണവും മറ്റൊരു ഭക്ഷണത്തിനും കിട്ടില്ല. ഇതൊക്കെ ഉൾക്കൊണ്ട് പറയുന്ന ലേഖനമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ സെറ്റാക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ അല്ലേ, ഈ ക്ലാസ് നമ്മൾ പഠിക്കുമ്പോൾ എൻ്റെ മക്കൾ സ്കൂളിൽ ടീച്ചർ ഈ ക്ലാസ് എടുക്കും. ചിലപ്പം ഉറങ്ങിയ മക്കളുണ്ടാവും. അവസാനത്തെ ചാപ്റ്ററൊക്കെ അല്ലേ, ടീച്ചർ എന്തെങ്കിലും എടുത്ത് പോയിക്കോട്ടെ, ഞാൻ എന്തെങ്കിലും എഴുതി പാസ്സായിക്കോളാം എന്ന് വിചാരിക്കുന്ന മക്കളാണോ? എങ്കിൽ തെറ്റിയിടാ. എന്തെങ്കിലും എഴുതി ഈ പാഠഭാഗം പാസ്സാകാൻ പറ്റില്ല. ഇത് കൃത്യമായ പോയിൻ്റോടുകൂടി പഠിക്കേണ്ട ലേഖനമാണ്, ആർട്ടിക്കിളാണ്. അതെൻ്റെ മക്കൾ മനസ്സ് വിചാരിച്ചുകൊണ്ട് സീരിയസോടുകൂടി ക്ലാസ് കാണുക. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഈ ചാപ്റ്ററും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സെറ്റലടാ. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുക. ഈ എക്സാം വിന്നർ എൻ്റെ മക്കളെ കൂടെയുണ്ട്. സെറ്റല്ലേ? ജോബി സാറ് കൂടെയുണ്ട്. സെറ്റലടാ. ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാം. അടുത്ത കാലത്ത് ആഗോള ഭക്ഷ്യ മാർക്കറ്റിൽ പ്രചാരം ലഭിച്ചിട്ടുള്ള അനേകം ഭക്ഷണ സാധനങ്ങളുണ്ട്. എന്താ മക്കളെ പറയുന്നത്? അടുത്ത കാലത്ത്, അതായത് ഈ അടുത്ത കാലത്ത് ആഗോള ഭക്ഷ്യ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോകത്തെ മുഴുവൻ ഭക്ഷ്യ മാർക്കറ്റ് തന്നെയാണ്. നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും ധാന്യവിളകളെല്ലാം തന്നെ കൃഷി ചെയ്ത് മാർക്കറ്റിലെത്തുമ്പോൾ അതെന്തായി മാറി മക്കളെ? ആഗോള ഭക്ഷ്യ മാർക്കറ്റായി മാറി. നമ്മുടെ മാർക്കറ്റ് എല്ലാ വിധത്തിലുമുള്ള ഭക്ഷ്യ സാധനങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ കച്ചവട കമ്പോള വ്യവസായ കേന്ദ്രമാണ് ആഗോള ഭക്ഷ്യ മാർക്കറ്റ് എന്ന് പറയുന്നത്. പ്രചാരം ലഭിച്ചിട്ടുള്ള അനേകം ഭക്ഷണ സാധനങ്ങളുണ്ട്. അതായത് ഇന്നത്തെ ഭക്ഷ്യ മാർക്കറ്റിൽ പ്രചാരം ലഭിച്ച ഫേമസ് ആയ ഒരുപാട് ഭക്ഷണങ്ങളില്ലേ? അതിലൊന്നാണ് മന്തി. ബിരിയാണി ആയിരുന്നു ആദ്യം ഫേമസ്, പക്ഷേ ഇപ്പോഴും ബിരിയാണി ലവേഴ്സ് ഉണ്ട്. ഞാൻ ബിരിയാണി ലവേഴ്സാണ്. ആരെങ്കിലും ബിരിയാണി ലവേഴ്സ് ഉണ്ട്? ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ അല്ലേ? ബിരിയാണി ലവേഴ്സ് ഉണ്ട്. ആ ബിരിയാണിക്ക് ശേഷം എന്ത് വന്നു മക്കളെ? മന്തി വന്നു.
അൺലിമിറ്റഡ് റൈസ് കിട്ടും. പിന്നെയോ നല്ല ചിക്കൻ്റെ ചെസ്റ്റ് പീസ്, ലെഗ് പീസ്, മയോണൈസ്, പിന്നെ സലാഡ്, ചമ്മന്തി, തക്കാളി ചട്നി, എന്തൊക്കെ സാധനങ്ങൾ. അതും ലാസ്റ്റ് പെപ്സിയും കൂടി അടിച്ചാൽ സെറ്റ്. പിന്നെന്താണ് പുതിയ ഭക്ഷ്യ മാർക്കറ്റിൽ വന്ന വിഭവങ്ങൾ? കബ്സ വന്നല്ലേ, കബാബ് വന്ന്, ഒരുപാട് വിഭവങ്ങൾ അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ് ആഗോള ഭക്ഷ്യ മാർക്കറ്റിൽ. ഇന്നത്തെ ലോകത്ത് ഫാസ്റ്റ് ഫുഡ് കയറി വരികയാണ്. അതാണ് ഇന്ന് ഭക്ഷ്യ മാർക്കറ്റ്, നമ്മുടെ ഹോട്ടൽ വ്യവസായത്തിനെ പിടിച്ചു നിർത്തുന്നത് എന്നാണ് ആഗോള മാർക്കറ്റിലെ ഭക്ഷ്യ മാർക്കറ്റിലെ പ്രധാന പോയിന്റ് കൊണ്ട് നമ്മുടെ MP പരമേശ്വരൻ ആദ്യം തന്നെ നമ്മോട് പറയുന്നത്. വളർച്ചാ ഹോർമോണുകൾ ചേർത്തുണ്ടാക്കിയ ഹാംബർഗർ, കീടനാശിനികൾ സുലഭമായി അടങ്ങിയ പച്ചക്കറികൾ, അമിതമായി ശുദ്ധീകരിച്ച പഞ്ചസാര ചേർത്തുണ്ടാക്കിയ ശീതളപാനീയങ്ങൾ തുടങ്ങി കൃത്രിമ നിറങ്ങളും രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ച് നിറവും രുചിയും പൊലിപ്പിച്ച് വിൽപ്പനയ്ക്കെത്തിക്കുന്ന മറ്റനേകം ഭക്ഷ്യവസ്തുക്കൾ അല്ലേ? കൃത്രിമമായ നിറങ്ങൾ ചേർത്തുകൊണ്ട്, കൃത്രിമമായ വിലപേശലോടുകൂടി നമ്മുടെ ആഹാരത്തിന് കൃത്രിമമായ രുചിയും നിറവും നൽകിക്കൊണ്ട് ഒരുപാട് ഭക്ഷണ സാധന സാമഗ്രികൾ ഇന്ന് വിപണിയിലുണ്ട്. പോരാത്തതിന് പഞ്ചസാരയുടെ ഓവർലോഡ് കൂടിയ പുതിയ ശീതള പാനീയങ്ങൾ, കൂൾ ഡ്രിങ്ക്സ്, ഏതൊക്കെയാണ് മക്കളെ? പെപ്സി, പിന്നെ കൊക്കക്കോള, സ്പ്രൈറ്റ്, മിറിൻഡ, പിന്നെ സ്റ്റിങ്, എന്തൊക്കെ സാധനങ്ങളാ ദൈവമേ കുടിക്കാൻ അല്ലേ? ശീതള പാനീയങ്ങൾ. ചായ വേണ്ട, ചായയും പഞ്ചസാര കേട്ടോ. ശുദ്ധീകരിച്ച മിനറൽ വാട്ടർ വേണ്ട, നല്ല കരിക്കിൻ ജ്യൂസ് വേണ്ട, കരിക്കിൻ വെള്ളം വേണ്ട, പിന്നെന്താ വേണ്ടേ? പെപ്സി, മിറിൻഡ, കൊക്കക്കോള, സ്പ്രൈറ്റ്, ലെമ്മ, ജ്യൂസി, ഫ്രൂട്ടി, ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ആവശ്യമല്ലേ? പോരാത്തതിന് നല്ല ചോറും പഴങ്കഞ്ഞിയും ഉപ്പേരിയും ഒന്നും നമുക്ക് വേണ്ട. പിന്നെന്താണ്? മന്തി, മയോണൈസ് കൂട്ടി പിടിച്ചടിച്ച് തിന്നണം അല്ലേ? കബാബ് തിന്നണം, ചില്ലി ചിക്കനും ബീഫും പൊറോട്ടയും തിന്നണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. ഇതൊക്കെ നമ്മുടെ ഭക്ഷ്യ മാർക്കറ്റിലെ പുതിയ തന്ത്രങ്ങളാണ്. ശീതളപാനീയങ്ങളും കൃത്രിമമായി ചേർത്ത ഏതാണ്? ഹാംബർഗർ, കീടനാശിനികൾ, ഇതൊക്കെ വളർച്ചാ ഹോർമോണുകളാണ്. പെട്ടെന്ന് നമുക്ക് ടേസ്റ്റ് കിട്ടാനോ അജിനോമോട്ടോ ഒക്കെ ചേർത്ത് ഒരുപാട് ഭക്ഷണങ്ങളുണ്ടല്ലേ? ഇത്തരത്തിലുള്ള ഭക്ഷണത്തിനോടാണ് ഇന്ന് മനുഷ്യന്മാർക്ക് പ്രിയമെന്നാണ് ലേഖനത്തിൻ്റെ തുടക്ക ഭാഗത്ത് പറയുന്നത്. ഇവയോരോന്നും കാണുമ്പോൾ എന്താണ് മക്കളെ? ഇവയോരോന്നും കാണുമ്പോൾ ഇതിനു പിറകിൽ പ്രവർത്തിക്കുന്ന ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന കാര്യം വ്യക്തമാകും. ഇത്തരത്തിലെ കൃത്രിമമായ നിറവും മണവും ഗുണവും ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്മാരോട് ആഗോള ഭക്ഷ്യ വ്യവസായത്തിന്, ആഗോള ഭക്ഷ്യ മാർക്കറ്റിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്താ മക്കളെ ലക്ഷ്യം എന്ന് പറയുന്നത്? അതെന്താണെന്നോ? ആഗോള ചികിത്സാ വ്യവസായികൾക്ക് കൂടുതൽ ഉപഭോക്താക്കളെ, രോഗികളെ ഉണ്ടാക്കി കൊടുക്കുക എന്നത് തന്നെ അല്ല മക്കളെ. എന്താണ് ആഗോള ഭക്ഷ്യവ്യവസ്ഥയുടെ ലക്ഷ്യം? എന്താണ്? ആഗോള ചികിത്സാ വ്യവസായികൾക്ക്, ഹോസ്പിറ്റലുകൾക്ക്, ആശുപത്രികൾക്ക് കൂടുതൽ ഉപഭോക്താക്കളെ, രോഗികളെ കൊടുക്കുക. ഈ ഹോട്ടലും അല്ലേ മക്കൾ, എന്താണ് പറയണത്? ഈ ബിസിനസ് കണ്ടത് നിങ്ങൾ? ഹോട്ടലും പിന്നെന്താണ് ആശുപത്രിയും. ഹോട്ടലും ആശുപത്രിയും എന്താണ്? ഒരു വ്യവസായമായി മാറിയിരിക്കുന്നു. ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു, നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് വയറ് കാണിക്കുന്നു അല്ലേ? ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നു, നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു. ഇപ്പം ഇവർ രണ്ടുപേർക്ക് എന്തായി? ലാഭമായി. ഹോട്ടലുകാർക്കും ആശുപത്രിക്കാർക്കും ലാഭം തന്നെയാണ് അല്ലേ? കൃത്രിമമായ നല്ല നിറവും മണവും രുചിയും കൊടുത്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മളത് കഴിക്കും. ഹോട്ടലിൽ നിന്ന് നേരെ ആശുപത്രിയിലേക്ക് പോകും. ഫുഡ് പോയിസൺ അല്ലേ? ഷവർമ കഴിച്ചിട്ട് എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ടാ? കാസർഗോഡ് ഒരു കുട്ടി ലേറ്റസ്റ്റ് ആയിട്ട് മരിച്ചു, ഒരു പെൺകുട്ടി അല്ലേ? ആ കടയൊക്കെ ആൾക്കാർ തച്ച് തകർത്തു. എന്നിട്ട് പഠിക്കോ? ഇല്ല. ഷവർമ ഏതോ കാലത്ത് ചത്ത ചിക്കനാ അരിച്ചെടുത്ത് തിന്നുന്ന ഒരു സംസ്കാരമാണ് ഷവർമ. ആ പേര് തന്നെ ഉണ്ട്, ഷവർമ. ഷവർമയായി അല്ലേ? ഷവർമയോടാണ് പ്രിയം. പിന്നെന്താണ്? ആ ഗ്രില്ലിൽ കറങ്ങുന്ന ചിക്കൻ, ആ ചില്ലും കൂട്ടി കറങ്ങുന്ന ചിക്കൻ, ഇതിനൊക്കെ നമുക്ക് പ്രിയമല്ലേ? ഇത്തരത്തിൽ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ അന്നനാളവും ആമാശയവും ഇല്ലാതാക്കി നമ്മളെവിടേക്ക് ഓടും? ആശുപത്രിയിലേക്ക് ഓടും. അവർ തമ്മിലൊരു ഡീലിങ്സ് ആണ്, കച്ചവടമാണ് അല്ലേ? ആശുപത്രിയും ഹോട്ടലും തമ്മിൽ കച്ചവടമാണ്. ഇപ്പം എന്താണ് ചോദ്യം മക്കളെ? 1 മാർക്കിൻ്റെ ചോദ്യമോ 2 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ്? ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന കാര്യം വ്യക്തമാകും. എന്താണ് ആഗോള ഭക്ഷ്യവ്യവസ്ഥയുടെ ലക്ഷ്യം? ആഗോള ചികിത്സാ വ്യവസായികൾക്ക് കൂടുതൽ ഉപഭോക്താക്കളെ, രോഗികളെ കൊടുക്കുക, ആശുപത്രിയിലേക്ക് രോഗികളെ സൃഷ്ടിക്കുക എന്നതാണ് പുതിയ ഭക്ഷ്യ മാർക്കറ്റിൻ്റെ, ഭക്ഷ്യവ്യവസായത്തിൻ്റെ തന്ത്രം, ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ
പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥകൾ എന്തുകൊണ്ടും അഭികാമ്യമാണ് എന്ന് വ്യക്തമാകും. അല്ലേ, താരതമ്യപ്പെടുത്തുമ്പോൾ പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥകൾ എന്തുകൊണ്ടും അഭികാമ്യമാണെന്ന് തോന്നും. അഭികാമ്യം, ശ്രേഷ്ഠം. പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മുടെ നാട്ടിൻ പുറത്തെ ഭക്ഷണം അല്ലേ, നമ്മുടെ ചീര, വഴുതന, വെണ്ട, പയറ്, പിന്നെന്താണ് തക്കാളി, നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ കൃഷി ചെയ്ത നാട്ടിൻപുറത്തെ ഗ്രാമത്തിലെ നാട്ടിലെ ശുദ്ധമായ പച്ചക്കറികളാണ് മക്കളെ പ്രാദേശിക ഭക്ഷ്യ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എരിവും പുളിയും പിന്നെന്താണ് മസാലയും ചേർത്തുണ്ടാക്കിയ ഈ ഭക്ഷണത്തിനേക്കാൾ പ്രിയമാണ് നമ്മുടെ പറമ്പിൽ നമ്മൾ കൃഷി ചെയ്ത, നമ്മൾ നട്ടു വളർത്തിയ ചീരയും കാച്ചിലും ചേമ്പും മരച്ചീനിയും പിന്നെന്താണ് മക്കളെ കോവക്കയും എല്ലാം. അതാണ് നമ്മൾ കഴിക്കേണ്ടത്. അതാണ് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾ ചേർത്തെടുക്കേണ്ട സംസ്കാരം എന്നാണ് MP പരമേശ്വരൻ മക്കളെ പറയുന്നത്. ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ടി വരും കേട്ടോ. നമ്മൾ കൃത്രിമമായിട്ട് നിറവും മണവും ചേർത്ത ഭക്ഷണം കഴിച്ചാൽ ഹോസ്പിറ്റലിലേക്ക് ഓടി വരും. ആഗോള ചികിത്സാ വ്യവസായികൾക്ക് നമ്മൾ എന്തായി മാറും? ഉപഭോക്താക്കളായി, രോഗികളായി മാറും. അതിന് പകരം പ്രാദേശികമായിട്ടുള്ള നമ്മുടെ നാട്ടിന് പുറത്തുള്ള പച്ചക്കറികൾ, നമ്മൾ കൃഷി ചെയ്ത പച്ചക്കറികൾ, വെണ്ടിയും വഴുതിനിയും ചീരയും ചേമ്പുമെല്ലാം കഴിച്ച് നമ്മൾ ആരോഗ്യമുള്ളവരായി മാറണമെന്നാണ് എഴുത്തുകാരൻ MP പരമേശ്വരൻ ഈ വാക്കിലൂടെ നമ്മോട് പറയുന്നത്. അത് കൂടുതൽ ആരോഗ്യകരമായ ഒരു പരിസ്ഥിതി സംസ്കാരത്തിലേക്ക് നയിക്കും എന്ന് മാത്രമല്ല, അല്ലേ, നല്ലൊരു പരിസ്ഥിതി സംസ്കാരത്തിലേക്ക്, പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് പറയുന്നു. ജനങ്ങൾക്ക് കൂടുതൽ ആരോഗ്യപ്രദമായ ഭക്ഷണം ലഭ്യമാക്കുകയും ചെയ്യും. അല്ലേ, ഈ നാട്ടിൻ പുറത്തുള്ള പ്രാദേശിക വിഭവങ്ങൾ കഴിക്കുന്നത് നമുക്ക് കൂടുതൽ ആരോഗ്യകരമായ വളർച്ച കൈവരിക്കുന്നു. ഒരു സംസ്കാരം, കാർഷിക സംസ്കാരം കൊണ്ടുവരുന്നു. കൂടാതെ എന്താണ്? ആരോഗ്യപ്രദമായ ഭക്ഷണം ലഭിക്കുന്നു. ഒരു കൃത്രിമമായ രാസവസ്തുക്കളും കീടനാശിനികളും ചേർക്കാത്ത, ശുദ്ധമായ മായം ചേർക്കാത്ത ശുദ്ധമായ പച്ചക്കറികൾ കഴിക്കുക എന്നതാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യം. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ നമുക്ക് ആ ഭാഗ്യമില്ല. കാരണം എന്താണ്? നമ്മൾ തമിഴന്മാരെ, തെലുങ്കന്മാരെ, അണ്ണന്മാരെ പാണ്ടി ലോറിയിൽ കയറി വരുന്ന തക്കാളിക്കും വെണ്ടയ്ക്കും വഴുതനയ്ക്കും പച്ചമുളകിനും ഉരുളക്കിഴങ്ങിനും വേണ്ടി കാത്തിരിക്കുന്നവരല്ലേ? ഒരു ദിവസം ആന്ധ്രാക്കാരൻ അവരുടെ പാണ്ടി ലോറിയിലെ അരി കൊണ്ടുവന്നില്ലെങ്കിൽ മലയാളി പട്ടിണിയാവും. ഒരു പ്രാവശ്യം തമിഴന്മാർ അവരുടെ പാണ്ടി ലോറിയിലെ, അണ്ണൻ ലോറിയിലെ തക്കാളി, വെണ്ടനും വഴുതനങ്ങും ക്യാരറ്റും ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ മലയാളി പട്ടിണിയാവും. സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യാൻ മറന്നു പോകുന്ന മടിയന്മാരായ, അലസന്മാരായി മലയാളി മാറിയിരിക്കുന്നു ഞാനും നിങ്ങളും എല്ലാം. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം മക്കളെ? നമ്മുടെ ഭൂമിയിൽ കുറച്ചേ സ്ഥലമില്ലെങ്കിൽ അതിൽ പോലും ഇച്ചിരി എന്താണ് പച്ചമുളകോ തക്കാളിയോ വെണ്ടയ്ക്കോ വഴുതനങ്ങോ അങ്ങ് നട്ട് കഴിച്ചാൽ അത് തന്നെയാണ് ആരോഗ്യത്തിന് ഉചിതമായ നടപടി എന്നാണ് എഴുത്തുകാരൻ ലേഖനത്തിലൂടെ പറയുന്നത്. അല്ലേ, നിങ്ങൾ ഈ സിനിമ ഉണ്ടിനോടാ? നമ്മുടെ ഹൗ ഓൾഡ് ആർ യു? മഞ്ജു വാര്യർ വിജനതയിൽ പാതി വഴി തേടുന്നു ചിരിമഴയിൽ. ആ പാട്ടിലെ മഞ്ജു വാര്യർ അല്ലേ കൃഷി ചെയ്യുന്ന ഏറ്റവും വലിയൊരാളായി മാറുന്നത്. ആ ഒരു സിനിമയിൽ പറയുന്ന പോയിന്റ് എന്താണ് മക്കളെ? നമ്മുടെ ഈ പ്രകൃതി മലിനീകൃതമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ തോട്ടത്തിൽ ടെറസിൻ്റെ മുകളിലെങ്കിലും ഒരു ചാക്കിൽ ലേശം മണ്ണിട്ട് ഒരു വെണ്ട പച്ചമുളക് നട്ടാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമാകും. നല്ല കൃത്രിമമല്ലാത്ത ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കും. ഈ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം, ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം അത് തന്നെയാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തുക എന്ന വലിയ പാഠം. പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നു എന്നത് തന്നെയാണ് പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥയുടെ ഒരു പ്രധാന ഗുണം. അല്ലേ, പുതുമ നശിക്കാത്ത ഭക്ഷണം നമുക്ക് കിട്ടുന്നു. പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥയുടെ പ്രധാന ഗുണം എന്താണ് മക്കളെ? പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നു. പുതുമ ചോർന്നു പോകാത്ത ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് കിട്ടുന്നതാണ് പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥയുടെ പ്രധാന ഗുണം എന്ന് പറയുന്നത്. പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കളുടെ പോഷകമേന്മയെക്കുറിച്ച് എല്ലാ വിഭാഗം ആരോഗ്യ വിദഗ്ധരും ഏകാഭിപ്രായക്കാരാണ്. അതത് പ്രദേശങ്ങളിൽ ഓരോ സീസണുകളിലും ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പോഷക ഗുണമേന്മയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ചില പോഷകാഹാര വിദഗ്ധർ തെളിയിച്ചിട്ടുണ്ട്. അല്ലേ, അതാത് പ്രദേശങ്ങളിലെ സീസണലായിട്ട് മഴക്കാലം, വേനൽക്കാലം, മഞ്ഞുകാലം, അല്ലേ, പിന്നെന്താണ് പൂക്കാലം, വസന്തകാലം, ഇതൊക്കെയാണ് സീസൺ എന്ന് പറയുന്നത്. അപ്പം അതാത് പ്രദേശങ്ങളിൽ സീസണലായി കിട്ടുന്ന ഭക്ഷണമാണ് പ്രധാന ഗുണമായ ഭക്ഷണം എന്നാണ് ആര് പറയുന്നത്? വിദഗ്ധർ. അല്ലേ, വിദഗ്ധർ പറയുന്നത്. കാരണം എന്താ മക്കളെ? നമ്മുടെ കേരളം എടുത്തു നോക്കുക. അല്ലേ,
നമുക്ക് എന്താണ് ഈ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കപ്പ, കാച്ചിൽ, ചേമ്പ് അതെല്ലാം കിട്ടും അല്ലേ? പിന്നെ ചീര. പിന്നെ ഇപ്പം എന്താണ് ഇപ്പോൾ ഏപ്രിലൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഒരു മാർച്ച് ഏപ്രിൽ സീസൺ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും മക്കളെ? ഒരു മുരിങ്ങക്കായ് കിട്ടും അല്ലേ? മുരിങ്ങയില കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സീസണലായിട്ടുള്ള ഭക്ഷണം. ചക്ക കിട്ടും, മാങ്ങ കിട്ടും. ഇനി മാങ്ങയുടെ സീസണാണ് വരാൻ പോകുന്നത്. മാർച്ചൊക്കെ കഴിയുമ്പം സ്കൂളൊക്കെ പൂട്ടുമ്പോൾ മാങ്ങ ഉണ്ടാവും. നല്ല മാങ്ങ കൊണ്ടുള്ള ചുട്ടരച്ച ചമ്മന്തിയൊക്കെ കഴിച്ചാൽ സെറ്റാണ് കേട്ടോ. ഇത്തരത്തിലുള്ള സീസണലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് ആരോഗ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ഒരു ലക്ഷ്യമാകണമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അത് എൻ്റെ മക്കളെ ഓർമ്മയിൽ വെക്കണം കേട്ടോ. പിന്നെയോ, വിളവെടുപ്പ് കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കളിലെ വിറ്റാമിനുകൾ ക്രമത്തിൽ ക്ഷയിക്കാൻ തുടങ്ങും. അതിനാൽ ആഗോള ഭക്ഷ്യവ്യവസ്ഥയിൽ നിന്ന് പുതുമ നശിക്കാത്ത ലഭിക്കുന്ന പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ പോലും പ്രാദേശികമായി ലഭിക്കുന്നവയെ അപേക്ഷിച്ച് പോഷക ഗുണത്തിൻ്റെ കാര്യത്തിൽ ഗുണമേന്മ കുറഞ്ഞവയായിരിക്കും. മക്കൾ എന്താ പറയുന്നത്? പ്രാദേശികമായി കൃഷി ചെയ്യുന്ന, നമ്മൾ തന്നെ നട്ട് വളർത്തി പറിച്ചെടുക്കുന്ന തക്കാളി, വെണ്ടക്ക, വഴുതനങ്ങ, ചീര എന്തായാലും അത് ഒരാഴ്ചയിൽ കൂടുതൽ നിൽക്കില്ല. കാരണം എന്താ? ഇത് ശുദ്ധമായ പച്ചക്കറിയാണ്. അത് കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മളൊന്നും ചേർക്കുന്നില്ല. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന, നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികൾ കഴിക്കുമ്പോൾ അത് എത്ര കാലം വേണമെങ്കിലും കേടാകാതെ നിൽക്കും. കാണുന്നില്ലേ പച്ചക്കറി പീടികയിൽ നമ്മളെ വയസ്സുണ്ടാകും ഒരു തക്കാളിക്ക്. ഇന്ന് കണ്ട 2 ആഴ്ച കഴിഞ്ഞ് അതേപോലെ ഉണ്ടാകും തക്കാളി. ഒരു കുഴപ്പമുണ്ടാവില്ല. കാണുമ്പോൾ സൂപ്പർ അല്ലേ? നല്ല ചുവന്ന് തുടുത്ത തക്കാളി കാണുമ്പോൾ റബ്ബേ നമ്മൾ എന്ത് ചിന്തിക്കും? എന്ത് മനോഹരമായ തക്കാളിയാണ് എന്നല്ലേ? എൻ്റെ പടച്ചോനെ എന്ത് മനോഹരമായ തക്കാളിയാണ് നമ്മൾ വാങ്ങും. പക്ഷെ എന്താ പ്രശ്നം? രാസവളങ്ങൾ ചേർത്ത് തക്കാളി ആയിരിക്കും. പച്ചമുളകൊക്കെ നല്ല പച്ച കളറിൽ തൂങ്ങി നിൽക്കുന്നുണ്ടാവും. കാണുമ്പോൾ എന്തൊടുക്കത്തെ മഞ്ചായിരിക്കും അല്ലേ? പക്ഷെ എന്താണ്? രാസവളങ്ങൾ, എഥിലിൻ പോലുള്ള രാസവളങ്ങൾ ചേർത്തതാണ്, കീടനാശിനികൾ ചേർത്തതാണ്. അത്തരത്തിൽ നമ്മൾ പ്രാദേശികമായി കൃഷി ചെയ്യുന്ന, നമ്മൾ തന്നെ നട്ടു വളർത്തിയെടുക്കുന്ന പച്ചക്കറികൾ പെട്ടെന്ന് നാശാവും. കാരണം എന്താണ്? അത് ശുദ്ധമായി നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ പച്ചക്കറി പീടിയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ എത്ര കാലം വേണമെങ്കിലും കേടാകാതെ നിൽക്കും. അതിനെന്തുണ്ട് മക്കളെ? രാസപദാർത്ഥങ്ങളും കീടനാശിനികൾ ചേർത്തുണ്ടാക്കിയ പച്ചക്കറികളാണ്. അതിന് എന്താണ്? ഗുണം കുറവായിരിക്കും എന്താണ് പറയുന്നത്. കാരണം ആഗോള ഭക്ഷ്യവ്യവസ്ഥയിൽ വിളവെടുപ്പ് കഴിഞ്ഞ് ഏറെ ദിവസങ്ങൾക്കോ ചിലപ്പോൾ ആഴ്ചകൾക്കോ ശേഷമാണല്ലോ ഭക്ഷ്യവസ്തുക്കൾ അടുക്കളയിൽ എത്തിച്ചേരുന്നത് അല്ലേ? ഈ പച്ചക്കറികളൊക്കെ പറിച്ചെടുത്ത് വല്ല മംഗലാപുരമോ തമിഴ്നാടോ ആന്ധ്രാപ്രദേശോ തെലുങ്കാനയിലോ കർണാടകയിലോ ആയിരിക്കും ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അവിടെ നിന്ന് അത് പറിച്ച് ചാക്കിലാക്കി, പെട്ടിയിലാക്കി, ലോറിയിൽ കയറ്റി ആഴ്ചകളെടുത്ത് കേരളത്തിലെത്തി നമ്മുടെ പച്ചക്കറി മാർക്കറ്റിൽ ലോഡിംഗ് തൊഴിലാളികൾ ഇറക്കി അതിന് വിലയിട്ട് പീടികയിൽ വിറ്റ് തുടങ്ങുമ്പോൾ എത്ര ദിവസങ്ങൾ, എത്ര ആഴ്ചകൾ കഴിഞ്ഞു പോകും മക്കളെ? അത്രയും ആഴ്ചകൾ ഈ പച്ചക്കറി കേടാകാൻ നിൽക്കുന്നതിന് കാരണം എന്താ? അതിൽ കീടനാശിനികൾ ചേർക്കുന്നുണ്ട്. അത് കേടാവാതെ നിൽക്കുന്ന രാസപദാർത്ഥങ്ങൾ, രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ട്. ഇത് വാങ്ങി കഴിക്കുന്ന നമ്മുടെ വയറും എന്തായി മക്കളെ? നാശമാകും. നമ്മൾ എവിടേക്ക് പോകും? ഫുഡ് പോയ്സൺ അടിച്ച് ആശുപത്രിയിലേക്ക് പോകും. ആഗോള ചികിത്സാ വ്യവസായികൾക്ക് നമ്മളുടെ പണം പിടിച്ചു പറിക്കാൻ നമ്മൾ തന്നെയാണ് ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ ചേർത്ത പച്ചക്കറികൾ വാങ്ങി അവസരമൊരുക്കുന്നത്. മനസ്സിലായോ മക്കളെ? ഇതൊരു ബിസിനസ്സാണ്. ഭക്ഷണം ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ആശുപത്രി ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. നമ്മുടെ പൈസയെ പിടിച്ചു പറിക്കാനുള്ള ബിസിനസ്സായി ഇന്ന് ഭക്ഷണവും ആരോഗ്യവും മാറിയിരിക്കുന്നു. തക്കാളിയുടെ കാര്യം ഒരു എക്സാമ്പിളായിട്ട് എഴുത്തുകാരൻ പറയുകയാണ്. തക്കാളിയുടെ കാര്യം ഇതിന് ഉദാഹരണമാണ്. പച്ചയായിരിക്കുമ്പോഴാണ് തക്കാളി ഇറുത്തെടുക്കുന്നത്. അവ പഴുത്തു തുടങ്ങിയാൽ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് ഇറുത്തെടുക്കാനും ദീർഘദൂരം ട്രക്കുകളിൽ കൊണ്ടുപോകാനും പ്രയാസമായിരിക്കും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ? പഴുത്ത തക്കാളിയാണോ പറിച്ചെടുക്കുന്നത്? ഒരിക്കലുമല്ല. പിന്നെന്താണ് മക്കളെ? പച്ചത്തക്കാളി. എന്തിനാ പച്ചത്തക്കാളി പറിച്ചെടുക്കുന്നത്? ഈ വലിയ തക്കാളി കൃഷി ചെയ്യുന്ന ആൾക്കാർ ഈ പച്ച തക്കാളി പറിച്ചെടുക്കും. കാരണം എന്താണ്? ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ തക്കാളി കയറ്റി അയക്കണം. ഇപ്പോൾ പഴുത്ത തക്കാളി പറിച്ചാൽ അത് കേടാവും, നാശാവും. അപ്പോൾ ഒരുപാട് കാലത്തേക്ക്, ചിലപ്പോൾ ആഴ്ചകളോളം, മാസങ്ങളോളം ഈ തക്കാളി കേടാകാതെ ഒരുപാട് സ്ഥലത്തേക്ക് എത്തിക്കണം അല്ലേ? ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിലാണ് ഈ തക്കാളി കൃഷി എന്ന് വിചാരിക്കാം. അപ്പം മുതലാളി കർഷകരോട് പറയും, നിങ്ങൾ പച്ചയായിരിക്കുമ്പോൾ തന്നെ ആ തക്കാളി പറിച്ചെടുത്ത് പാക്കിങ് ചെയ്തോളൂ. അതിലെന്തൊക്കെ ചേർക്കും? കീടനാശിനികൾ, രാസവസ്തുക്കൾ ചേർക്കും. പോകുന്ന യാത്രയിൽ മെല്ലെ മെല്ലെ പഴുക്കാൻ വേണ്ടി. അപ്പം അത് ആന്ധ്രാപ്രദേശിൽ ചെയ്ത തക്കാളി കൃഷി കർണാടകയിലും തെലുങ്കാനയിലും തമിഴ്നാടിലും കേരളത്തിലും എത്തിക്കണ്ടേ? ആഴ്ചകളെടുക്കും, ലോറിയിൽ വരണ്ടേ?
ഇത്രയും ആഴ്ചകൾ തക്കാളി കേട് കൂടാതെ നിൽക്കണമല്ലേ, അതിനു വേണ്ടി പച്ചയോടെ പറിച്ചെടുത്ത് അതിൽ രാസവസ്തുക്കൾ ചേർത്ത് അതെന്തായി മാർക്കറ്റിലെത്തിക്കും. ഇത് കഴിക്കുന്ന നമ്മൾ എന്തായി മാറും മക്കളെ? രോഗം വന്ന് നമ്മൾ സൈഡാവും. ഇത്തരത്തിലുള്ള ഭക്ഷണത്തിൻ്റെ ഒരു ചതിയാണ്, ആഗോള മാർക്കറ്റിലെ കച്ചവട തന്ത്രമാണ് ഈ പാഠഭാഗം എൻ്റെ മക്കളോട് പറയുന്നത്. ഇങ്ങനെ ഇറുത്തെടുത്ത പച്ച തക്കാളി എന്താണ്, ഇങ്ങനെ ഇറുത്തെടുത്ത അല്ലെ പറിച്ചെടുത്ത പച്ച തക്കാളി എന്ത് ചേർക്കും മക്കളെ? എഥിലീൻ വാതകം പമ്പ് ചെയ്ത്. എഥിലീൻ വാതകം ഒരു പുകയാണ്, എഥിലീൻ പുക. അത് പെട്ടെന്ന് ഈ പഴങ്ങളും പച്ചക്കറികളൊക്കെ പെട്ടെന്ന് പഴുക്കാൻ വേണ്ടി ചേർക്കുന്ന എഥിലീൻ പുക രാസവസ്തുവാണ്. അത് അടിച്ച് അതിനെ പഴുപ്പിക്കും. എഥിലീൻ വാതകം പമ്പ് ചെയ്ത് നിറച്ച മുറികളിലിട്ട് കൃത്രിമമായി പഴുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൃത്രിമമായി പച്ചക്കറി പഴുപ്പിച്ചെടുക്കും. ഇങ്ങനെ തൊട്ടടുത്തുള്ള കൃഷിക്കളത്തിൽ നിന്ന് നല്ലപോലെ പഴുത്തതിനു ശേഷം ഇറുത്തെടുത്ത് അന്നു തന്നെ ഉപയോഗിക്കുന്ന തക്കാളിയെ അപേക്ഷിച്ച് കൃത്രിമമായി പഴുപ്പിച്ചെടുത്ത തക്കാളിക്ക് രുചിയും പോഷക ഗുണവും നന്നേ കുറവായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. കൃത്രിമമായി പറിച്ചെടുത്ത തക്കാളിക്ക് എന്ത് കുറവായിരിക്കും? ഗുണം കുറവായിരിക്കും, വിലയും കുറവായിരിക്കും അല്ലേ. കൃത്രിമമായി പഴുപ്പിച്ചെടുത്ത തക്കാളിക്ക് ഗുണമുണ്ടാകില്ല, മറിച്ചെന്ന ദോഷം മാത്രമേ ഉണ്ടാകൂ. ഒരു പുഴു പോലും ചെന്ന് തിന്നില്ല, കാരണം പുഴുവിന് പോലും അറിയാം അതിലെന്തുണ്ട്, വിഷമുണ്ട്. വിഷലിപ്തമായ പച്ചക്കറികളാണ് നമ്മൾ ഇന്ന് കൂടുതലുമായി കഴിക്കുന്നതാണ് ഈ പാഠഭാഗം പറയുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ, അതായത് കൃഷിയുടെ അടിസ്ഥാനത്തിൽ, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒറ്റ വിള കൃഷി സമ്പ്രദായം ഉപയോഗിച്ച് ഉണ്ടാക്കാനും ദീർഘദൂരം കടത്തിക്കൊണ്ടുപോകാനും അനുയോജ്യമായ വിളകൾക്കാണ് ആഗോള മാർക്കറ്റിൽ പ്രാധാന്യമല്ലേ. ഒരുപാട് സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന പച്ചക്കറികൾക്കാണ്, വിളകൾക്കാണ് ആഗോള ഭക്ഷ്യ മാർക്കറ്റിൽ പ്രാധാന്യം എന്ന് പറയുന്നത്. വിളകളുടെ പോഷക മൂല്യമല്ല, മറിച്ച് ദൃശ്യചാരുതയാണ് ഏറെ പ്രധാനം. ഇപ്പോൾ വിളകളുടെ പോഷക മൂല്യത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് എന്താണ് മക്കളെ? ദൃശ്യചാരുത, കാണുമ്പോഴുള്ള ഭംഗിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കച്ചവടക്കാരെന്താ ചെയ്യുന്നത്? ഈ വിളകളുടെ, ഈ പച്ചക്കറിയുടെ പോഷക മൂല്യമല്ല, മറിച്ച് എന്താണ്, കാണുമ്പോൾ നല്ല ആകർഷകമാകണം അല്ലേ. നല്ല ചുവന്ന് കൊടുത്ത പച്ച തക്കാളി, പിന്നെന്താണ് നല്ല പച്ചമുളക്, നല്ല വലിയ വലുപ്പമില്ല എന്താണ് ക്യാരറ്റ്, നല്ല തിളങ്ങ് നല്ല ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ കാണാൻ നമ്മൾ വിചാരിക്കും ഫ്രഷാണ്, നല്ല പച്ച കളർ തൂങ്ങി നിൽക്കുന്ന വഴുതന, പിന്നെന്താണ് കാബേജ്, ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും സൂപ്പർ ഒറിജിനൽ സാധനം. പക്ഷെ അതൊക്കെ എന്താണ് മക്കളെ? കൃത്രിമമായി ചേർക്കുന്ന നിറങ്ങളുള്ള പച്ചക്കറികളാണ്. അവയ്ക്കൊരു ഗുണവുമില്ല എന്നാ പറയണേ. നിരവധി വർഷങ്ങളായി കാർഷിക വ്യവസായികളും സൂപ്പർ മാർക്കറ്റുകാരും നടത്തിവരുന്ന പരസ്യ പ്രചാരണങ്ങളുടെ ഫലമായി ഭക്ഷ്യവസ്തുക്കളുടെ നിറം, ആകൃതി, വലുപ്പം എന്നിവയെക്കുറിച്ചുള്ള സങ്കുചിതമായ കുറേ ധാരണകൾ ഉപഭോക്താക്കൾക്കിടയിലുണ്ട്. നല്ല രക്തനിറമുള്ളത് അല്ലേ. ഇപ്പം ഉപഭോക്താക്കൾ, നമ്മൾ വാങ്ങുന്ന ആളെ ഉപഭോക്താക്കൾ അല്ലേ, നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നല്ല രക്തനിറമുള്ളതും കുത്തുകളില്ലാത്തതുമായ ആപ്പിള്, നല്ല ചുവന്ന് തുടുത്ത ആപ്പിൾ അല്ലേ. ഉരുണ്ട് ചുളിവുകളില്ലാത്ത ഉരുളക്കിഴങ്ങ്, നല്ല വലിയ ഉരുണ്ട ഉരുളക്കിഴങ്ങ്. ഓറഞ്ച് നിറത്തിൽ ഒട്ടും വളവില്ലാത്ത മുഴുത്ത ക്യാരറ്റ്, ഓറഞ്ച് നിറത്തിൽ വലിയ നീളം ക്യാരറ്റ്. അങ്ങനെ പോകുന്നു അവരുടെ മനസ്സിലെ ചിത്രങ്ങൾ അല്ലേ. ഉപഭോക്താക്കൾ, ഇത് വാങ്ങുന്ന ആൾക്കാരുടെ മനസ്സിലെ ഒരു ഐഡിയ ആണ്. നല്ല ചുവന്ന് കൊടുത്ത ആപ്പിൾ കണ്ട സൂപ്പർ ആപ്പിള്, നല്ല ഉരുണ്ട ചുളിവുകളില്ലാത്ത എന്താണ് ഉരുളക്കിഴങ്ങ്, സൂപ്പർ ഉരുളക്കിഴങ്ങ്, നല്ല ഓറഞ്ച് നിറത്തിലുള്ള ക്യാരറ്റ് കണ്ട അടിപൊളി ക്യാരറ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ കാണാൻ വിചാരിക്കും ഫ്രഷാണെന്ന്. പക്ഷെ ഇതൊക്കെ എന്താണ് മക്കളെ? കൃത്രിമമായി ചേർക്കുന്ന നിറങ്ങളാണ്. ഇതിലൊരു ഗുണവുമില്ല. കീടനാശിനികളും രാസവസ്തുക്കൾ മാത്രമേ ഇതിലുള്ളൂ എന്ന കാര്യം എൻ്റെ മക്കൾ ഓർമ്മിക്കണം. ഇനി പേരൻസിൻ്റെ കൂടെ പച്ചക്കറിയോ പഴവർഗ്ഗങ്ങളോ വാങ്ങാൻ പോകുമ്പോൾ പ്രത്യേകം അവരോട് പറയണം, അമ്മേ ഇതെടുക്കരുത്, ഇതെന്താണ് രാസവസ്തുക്കൾ ചേർത്തുണ്ടാക്കിയതാണ്, നമുക്ക് വേണ്ട എന്ന് പറയുക. ഓർത്തോളൂ, പുഴു തിന്നാത്ത പച്ചക്കറികളൊക്കെ തന്നെ എന്താണ് രാസവസ്തുക്കളുള്ളതാ. അതിന് പുഴു ഇരിക്കില്ല. പുഴു തിന്നുന്ന പച്ചക്കറിയൊക്കെ നല്ല പച്ചക്കറിയായിരിക്കും, നല്ല പഴങ്ങളായിരിക്കും. ഇത്തരത്തിൽ നമ്മുടെ മാർക്കറ്റിന് വിറ്റഴിക്കുന്ന പുതിയ കച്ചവട തന്ത്രങ്ങളെയാണ് മക്കളെ ഈ ലേഖനം പറയുന്നത്. കൃഷിക്കളത്തിലെ യാഥാർത്ഥ്യവുമായി ഈ ചിത്രങ്ങൾക്ക് വലിയ ബന്ധമൊന്നുമില്ലെന്നും അസാധാരണമായ വലിപ്പമോ നിറമോ ഉള്ള ഭക്ഷ്യവസ്തുക്കളെ കൃഷിക്കാർ എണ്ണത്തിൽ പെടുത്താറില്ലെന്നുമൊക്കെയുള്ള വസ്തുക്കൾ പശ്ചിമദേശങ്ങളിലെ ഉപഭോക്താക്കൾക്ക് തികച്ചും അജ്ഞാതമാണ് അല്ലേ. പശ്ചിമദേശത്തിലെ ഉപഭോക്താക്കൾക്ക് അജ്ഞാതമാണ് എന്നാണ് പറയുന്നത്. മണ്ണിന് ജീവനുണ്ട്,
ആ മണ്ണിൽ പലതരത്തിലുള്ള സൂക്ഷ്മജീവികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവ ഭക്ഷ്യവസ്തുക്കൾക്ക് മേൽ ചെറിയ പാടുകൾ ഉണ്ടാക്കും. മണ്ണിന് ജീവനില്ലടാ, ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഒരു പച്ചക്കറി നല്ലതാണെങ്കിൽ അതിന് സൂക്ഷ്മജീവികൾ, പുഴുക്കളെ സൂക്ഷ്മജീവികൾ വന്നിരുന്ന് തിന്നും. എന്നാൽ അതിനൊന്നും സംഭവിക്കില്ല. പക്ഷേ കൃത്രിമമായ രാസവസ്തുക്കൾ ചേർത്ത പച്ചക്കറികളിലും പഴങ്ങളിലും ഒരിക്കലും ഒരു പുഴുവോ ഉറുമ്പോ ചെറിയ സൂക്ഷ്മജീവികൾ വന്നിരിക്കില്ല. കാരണം എന്താണ്? അവ ചത്തുപോകും. അവർക്കറിയാം അത് മോശമാണെന്ന്. പക്ഷേ നമ്മൾ മനുഷ്യന്മാർ എന്ത് ചെയ്യും? ഇതൊക്കെ കണ്ട് വാങ്ങി നല്ലപോലെ ഭക്ഷണം വെച്ച് കഴിച്ച് ആരോഗ്യമൊക്കെ കളഞ്ഞ് ആശുപത്രിയിലേക്ക് ആഗോള ചികിത്സാ വ്യവസായികൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓടും. ഇതാണ് ഇന്നത്തെ കാലം. അത്തരം ഭക്ഷ്യവസ്തുക്കൾ മോശമാണെന്ന് അജ്ഞത മൂലമാണ് വിധി എഴുതുന്നത്. പലപ്പോഴും ഒരു പാടുപോലും വീഴാത്ത വിധത്തിൽ വാങ്ങാൻ കിട്ടുന്ന വ്യാവസായിക കൃഷി ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് സ്വാദിലും പോഷകമേന്മയിലും മെച്ചപ്പെട്ടത് സൂക്ഷ്മജീവികളോ പക്ഷികളോ ചെറുപാടുകൾ അവശേഷിപ്പിച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളായിരിക്കുമെന്ന് ഇവരറിയുന്നില്ല. അല്ലേ? എഴുത്തുകാരൻ പറയാണ്, നല്ല ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? അതിൽ ചെറിയ ജീവികൾ വന്നിരിക്കും, അതിൽ ചെറിയ പ്രാണികളുണ്ടാവും, സൂക്ഷ്മജീവികൾ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ടാകും. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഫ്രഷായി കാണുന്ന ആപ്പിളും പൈനാപ്പിളും ഓറഞ്ചും ഉരുളക്കിഴങ്ങും പച്ചമുളകും ഉരുളക്കിഴങ്ങും എല്ലാം തന്നെ എന്താണ് മക്കളെ? അത് കൃത്രിമമായി ഉണ്ടാക്കിയ പച്ചക്കറികളാണ്. ഇത് കഴിച്ചാൽ നമ്മുടെ ആരോഗ്യം ഇല്ലാതാകുമെന്നാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ മലയാളിയുടെ, പ്രത്യേകിച്ച് മനുഷ്യന്മാരുടെ ആരോഗ്യത്തെ, അവരുടെ ഭക്ഷണ രീതി എല്ലാം തന്നെ തുറന്നടിച്ച് പറയുന്ന, അമിതമായ ഭക്ഷണത്തോട് ആസക്തിയും ഭ്രമവുമുള്ള മലയാളികൾക്ക്, മനുഷ്യന്മാർക്ക് യഥാർത്ഥത്തിൽ കൃഷി ചെയ്ത് കഴിക്കാനുള്ള കഴിവില്ല. അവൻ ആഗോള ഭക്ഷ്യ മാർക്കറ്റിലെ കൃത്രിമമായി പഴുപ്പിച്ചുണ്ടാക്കിയ തക്കാളിയിലേക്കും പഴവർഗ്ഗങ്ങളിലേക്കും ഓടിപ്പോവുകയാണ്. ഇതിനു പകരം സ്വന്തമായി കൃഷിയിടത്തിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലമില്ല, ആ സ്ഥലത്ത് കൃഷി ചെയ്യുക. ടെറസ് ഉണ്ടെങ്കിൽ ടെറസിൽ 2 ചാക്ക് വെച്ചിട്ട് അതിൽ മണ്ണ് നിറച്ച് പച്ചക്കറികളെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? കറിവേപ്പില, പച്ചമുളക്, തക്കാളി, വെണ്ട, വഴുതിന, പടവലം, ഇതൊക്കെ കൃഷി ചെയ്തൂടെ? ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ചെയ്യാൻ സമയമില്ല. നമ്മൾ എന്ത് ചെയ്യും? പീടികയിൽ പോയിട്ട് വാങ്ങും. അവിടെ ഭക്ഷ്യ മാർക്കറ്റിലെ പുതിയ തന്ത്രം വരും. നമ്മളെ കൃത്യമായ ഭക്ഷണം വാങ്ങിപ്പിച്ച് നമ്മുടെ ആശുപത്രിയിലേക്ക് അയക്കുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച്, ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുന്ന മനോഹരമായ ഹെലേന നോർബർഗിൻ്റെ ലേഖനമാണ് മക്കളെ ഏത്? നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്ന ലേഖനം മലയാളത്തിൽ വിവർത്തനം ചെയ്ത MP പരമേശ്വരൻ്റെ ഭക്ഷണവും ആരോഗ്യവും എന്ന് പറയുന്ന ഈ ലേഖനം. സെറ്റാണോ മക്കളെ? അടിപൊളിയല്ലേ? ഈ ക്ലാസ് നമ്മൾ സെറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നു നമ്മുടെ ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളിലേക്ക്. ഇതിലും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ലൈവിന്, നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ ലൈവിന് ഞാൻ വരുന്നുണ്ട്. നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ മലയാളം സെക്കൻഡിൻ്റെ ലൈവിന് നാളെ എക്സാം ആണെങ്കിൽ തലേ ദിവസം 7 മണിക്ക് ഞാൻ എക്സാം വിന്നറിൻ്റെ 9ാം ക്ലാസ്സിൻ്റെ യൂട്യൂബിലുണ്ടാകും. അവിടെ ലൈവായിട്ട് പോകുമ്പോൾ ഇതിനേക്കാൾ മികച്ച ചോദ്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യും. ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിക്കാം. സെറ്റല്ല മക്കളെ? യെസ്. ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ലേഖനത്തിലെ ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അല്ലെ, എത്ര മാർക്കിന് ചോദ്യം വരും? 2 മാർക്കിന്. ഇപ്പം എന്താണ് മക്കളെ ചോദ്യം? അതുപോലെ വായിച്ചു നോക്കണം കേട്ടോ. ഈ 2 മാർക്കിൻ്റെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്, അതും മിസ് ചെയ്യരുത്. ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്താണ് മക്കളുടെ ലക്ഷ്യം? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? ആഗോള ചികിത്സാ വ്യവസായികൾക്ക്, ആഗോള ചികിത്സാ വ്യവസായികൾക്ക് എന്ത് കൊടുക്കുക? കൂടുതൽ ഉപഭോക്താക്കളെ, രോഗികളെ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ആഗോള ചികിത്സാ വ്യവസായികൾക്ക് കൂടുതൽ ഉപഭോക്താക്കളെ, രോഗികളെ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് പുതിയ ആഗോള ഭക്ഷ്യവ്യവസ്ഥയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ആഗോള ഭക്ഷ്യവിപണി എങ്ങനെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തെ വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ ഉപഭോക്താക്കളാക്കി മാറ്റുന്നത്? സ്വ അനുഭവങ്ങളുടെ കൂടി വെളിച്ചത്തിൽ പരിശോധിക്കുക. സ്വ അനുഭവം, നമ്മുടേതായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കാനാണ് ചോദ്യം. എന്താണ് ചോദ്യം? ഒന്നുകൂടി നോക്കുക. ആഗോള ഭക്ഷ്യവിപണി എങ്ങനെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തെ വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ ഉപഭോക്താക്കളാക്കി മാറ്റുന്നത്? ഇന്നത്തെ കുട്ടികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഭക്ഷണം എന്നാണ് ചോദ്യം. നോക്കാം. മനുഷ്യൻ്റെ ജീവിത നിലവാരവും ജീവിത സംസ്കാരവും ജീവിത രീതികളും എല്ലാം വളരെ പുരോഗമിച്ചിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് പോലും സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കാനും കാണാനും ധാരാളമായി അവസരങ്ങൾ ലഭിക്കാറുണ്ട്. അപ്പോൾ പുതിയ കാലം, പുതിയ ഭക്ഷണവും പുതിയ ട്രെൻഡും അറിയുന്ന പുതിയ കാലത്തിലാണ് നമ്മളടക്കം, ചെറിയ കുട്ടികളടക്കം ജീവിക്കുന്നത്.
ഭക്ഷണ പദാർത്ഥങ്ങളുടെ നിറങ്ങളും രുചിയും ആകർഷകമായ പരസ്യാവതരണവും കുട്ടികളെയും വലിയവരെയും വളരെയധികം സ്വാധീനിക്കാറുണ്ട് അല്ലേ? പരസ്യങ്ങൾ കാണുന്ന ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കാറില്ലേ? പിസ്സ അല്ലേ? വീട്ടിലിരുന്ന് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും, ഇന്ന ഭക്ഷണം വേണം, വീട്ടിന് മുമ്പിലെത്തി അവർ ഹോൺ അടിക്കും. അതാണ് പുതിയ ഭക്ഷണ സംസ്കാരം. വിരൽ തുമ്പത്താണ് എന്ത് ഭക്ഷണം. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഓർഡർ ചെയ്ത് അപ്പം വീട്ടിലെത്തും അല്ലേ? പുതിയ കാലത്തിൻ്റെ നവീനമായ മാറ്റം. ഒപ്പം മനുഷ്യ മനസ്സിൽ വെളുപ്പ്, കറുപ്പ്, മുടി, ശരീരത്തിൻ്റെ ഘടന തുടങ്ങി സൗന്ദര്യത്തെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ നിറയ്ക്കുകയും ക്രീമുകളുടെയും മറ്റും വിപണനത്തിലേക്ക് സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഈ പരസ്യങ്ങളൊക്കെ മാറും, നമ്മുടെ പൈസ, തൊലി, നിറം എല്ലാത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തന്നെ പുതിയ കാലത്ത് മാറ്റങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം മക്കളെ, അതത് പ്രദേശങ്ങളിൽ ഓരോ സീസണിലും ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പോഷക ഗുണമേന്മയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നു ചില പോഷകാഹാര വിദഗ്ധർ തെളിയിച്ചിട്ടുണ്ട്. വാർത്തയും പാഠസന്ദർഭവും ശ്രദ്ധിച്ചല്ലോ. നമ്മുടെ നാട്ടിലെ തനത് വിഭവങ്ങൾക്ക് വലിയ സാധ്യതകൾ ലോകമെമ്പാടുമുണ്ട്. പ്രാദേശിക ഭക്ഷ്യ വിഭവങ്ങളുടെ ഉൽപ്പാദനവും സംസ്കരണവും വർദ്ധിപ്പിക്കുന്നത് വഴി നമ്മുടെ നാടിനുണ്ടാവേണ്ട നേട്ടങ്ങൾ എന്തെല്ലാമാണ് കണ്ടെത്തി അവതരിപ്പിക്കുക അല്ലേ? എന്താണ് മക്കളെ ചോദ്യം? പ്രാദേശികമായ ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്ത് തിന്നുക വഴി നമ്മുടെ നാടിനുണ്ടാകുന്ന നേട്ടം, നമുക്കുണ്ടാകുന്ന നേട്ടം എന്തൊക്കെയാണെന്നാണ് ചോദ്യം. പ്രാദേശിക ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കൃഷി ചെയ്യുന്ന പച്ചക്കറികളെ ഇത് കഴിക്കുക വഴി കൃഷി മേഖലയിൽ നമുക്കും ഉണ്ടാകുന്ന നേട്ടം, മാറ്റം എന്താണെന്നാണ് ചോദ്യം. നോക്കാം. നമ്മുടെ നാട്ടിലെ പ്രാദേശിക ഭക്ഷ്യവസ്തുക്കൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ നല്ലൊരു തൊഴിൽ വരുമാന മേഖല തുറന്നു കിട്ടുകയും വിപണികളിൽ മികച്ച പോഷക നിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കൾ ധാരാളമായി നിലനിൽക്കുകയും ചെയ്യുന്നു അല്ലേ? നാടൻ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അത് ഡിമാൻഡ് കൂടും, ആൾക്കാർ വാങ്ങും, സ്വന്തമായി കൃഷിക്കാർ രംഗത്തേക്ക് കടന്നു വരും, കൃഷി വളരും, അങ്ങനെ നമ്മുടെ നാട് വളരും, നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനുള്ള ചാൻസും കൂടി വരുമെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ വിപണികൾ എന്ന മാർക്കറ്റ്, വിപണികൾക്കും കർഷകർക്കും അന്താരാഷ്ട്ര വികസനത്തിനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ കൃഷി വീട്ടിൽ ചെയ്താൽ അത് ഒരുപാട് രാജ്യത്തിന് കയറ്റുമതി ചെയ്യാൻ പറ്റും. നല്ല ഭക്ഷ്യ സാധനങ്ങൾക്ക് എപ്പോഴും ഡിമാൻഡ് കൂടുതലാണ്. ആൾക്കാർ പ്ലെയിൻ പിടിച്ച് പറന്ന് വീട്ടിലോട്ട് വരും നല്ല ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. ഞാൻ പറഞ്ഞ സിനിമയിൽ ഓൾഡ് ആറി സിനിമയിലെ മഞ്ജു വാര്യർ ചെയ്യുന്ന കാര്യം കണ്ടില്ലേ? ചെറിയ നല്ല പച്ചക്കറി തോട്ടത്തിൽ കൃഷി ചെയ്ത പച്ചക്കറി വാങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃഷിഭൂമി ഉണ്ടെങ്കിൽ നല്ല പച്ചക്കറി കൃഷി ചെയ്ത് ലോകമെമ്പാടും എത്തിക്കാൻ പറ്റിയ ചാൻസ് ആണെന്ന് കൂടിയാണ് ഈ ഉത്തരം നിങ്ങളോട് പറയുന്നത്. ഇതിലൂടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വ്യാപകമായി കൃഷി ചെയ്യുന്നതിലുള്ള പ്രേരണ ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരുപാട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇതിലൂടെ കൃഷി ചെയ്യാൻ പറ്റുമെന്നുകൂടിയാണ് പറയുന്നത്. അടുത്തൊരു ചോദ്യം, ആരോഗ്യമുള്ള തലമുറയ്ക്ക് ആരോഗ്യകരമായ ഭക്ഷണം, എല്ലാവർക്കും ഭക്ഷണം എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തി ലഘുലേഖ തയ്യാറാക്കുക. അപ്പോൾ ലഘുലേഖയാണ് ചോദ്യം അല്ലേ? ചെറിയ ലഘുലേഖ തയ്യാറാക്കാനും ചോദ്യം വരും. എന്താണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്? ആരോഗ്യമുള്ള തലമുറയ്ക്ക് ആരോഗ്യകരമായ ഭക്ഷണം, എല്ലാവർക്കും ഭക്ഷണം. ഈ ഒരു ടോപ്പിക്ക് ലഘുലേഖ എഴുതാൻ ചോദ്യം വന്നിട്ട് മക്കൾ എഴുതണം. എങ്ങനെ എഴുതാം? ഒരു കോളൊക്കെ വരച്ച് എഴുതാം. മലയാളികളുടെ പാരമ്പര്യ ഭക്ഷണ രീതികൾ ലോകമെമ്പാടും സുപരിചിതമാണ്. നമ്മുടെ പാരമ്പര്യമായ നാട്ടുഭക്ഷണങ്ങളല്ലേ? എത്രയോ കാലങ്ങൾ പിന്നിട്ടാലും പാരമ്പര്യ രുചികൾ, രുചിക്കൂട്ടുകൾ ഒന്നും തന്നെ കേരളത്തിൽ ഇന്ന് വ്യാപകമാകുന്ന നൂതന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് കിടപിടിക്കാൻ പറ്റുന്നതല്ല. അപ്പം നാടൻ ഭക്ഷണത്തോട് എത്ര പുതിയ ഭക്ഷണത്തിന് മത്സരിക്കാൻ പറ്റില്ല. നാടൻ ഭക്ഷണത്തിൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും. അതാണ് ഏറ്റവും ഗുണമേന്മയായ ഭക്ഷണം എന്ന് പറയുന്നത്. ആരോഗ്യപരമായതും ശരീരത്തിന് കേടുവരാത്തതുമായ ഭക്ഷണ രീതികളായിരുന്നു പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് അല്ലേ? പണ്ട് കാലത്ത് നല്ല നാടൻ ഭക്ഷണമായിരുന്നു. ചീരക്കറി, വെണ്ടക്കറി, വഴുതനങ്ങക്കറി, നല്ല നാടൻ ചോറ്, സാമ്പാർ, പുളിശ്ശേരി, അച്ചാർ, കൂട്ടുകറി, സാമ്പാർ, ഇതെല്ലാം കൂട്ടിക്കൊണ്ട് പിടിച്ചൊരു നല്ല ഊണായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ പ്രശ്നങ്ങളൊന്നും തന്നെ പണ്ടത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. സ്വന്തം ആവശ്യമില്ലാത്ത നിറവും മണവും മനുഷ്യനെ മത്തുപിടിപ്പിച്ചിരുന്നില്ല ആ കാലഘട്ടത്തിൽ. സ്വന്തം വീട്ടുവളപ്പിൽ പച്ചക്കറികൾ കൃഷി ചെയ്ത് സ്വന്തം നാട്ടുംപുറത്തുള്ള മത്സ്യമാംസങ്ങളും വിഷമില്ലാത്ത നാടൻ കറിക്കൂട്ടുകളുമാണ് ഓരോ വീടുകളിലും പാചകത്തിനായി ഉപയോഗിച്ചിരുന്നത് അല്ലേ? ഈ കൃത്രിമമായി ഉണ്ടാക്കിയ മസാലകളും എരിവും പുളിയും ഒന്നും ചേർത്ത ഫുഡായിരുന്നില്ല പണ്ടത്തെ ആൾക്കാർ കഴിച്ചത്. മറിച്ച് എന്താണ് മക്കളെ കഴിച്ചത്? അവർ നാടൻ വിഭവങ്ങൾ, പച്ചക്കറികൾ, അതൊക്കെ കഴിച്ച് നല്ല ആരോഗ്യമുള്ളവരെ അവർ മാറി എന്നാണ് പറയുന്നത്.
അവരുടെ നാട്ടിൽ തന്നെ പിടിച്ച മത്സ്യമാംസങ്ങളൊക്കെ തന്നെയാണ് അവർ കഴിച്ചിരുന്നത്. അവരുടെ നാട്ടിലെ കോഴി, നാടൻ കോഴി, അവരുടെ കടലിൽ നിന്ന് പുഴയിൽ നിന്ന് പിടിച്ച നാടൻ മത്സ്യങ്ങൾ, ഇതൊക്കെയായിരുന്നു അവരുടെ ആരോഗ്യത്തിൻ്റെ, പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നോ എത്രയോ ആഴ്ചകളോളം ഐസിലിട്ട മീനും ഇറച്ചിയൊക്കെയാണ് നമ്മളിന്ന് കഴിക്കുന്നത്. ആ ഒരു പ്രശ്നമാണ്, ആ ഒരു മാറ്റമാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രധാനമായ പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ജീവിത രീതികൾ ആകെ മാറി, ജീവിതം ആകെ ഇന്ന് മാറി. എല്ലാവരും തിരക്കുള്ളവരായി മാറുകയും ചെയ്യുന്നു. ഇന്ന് എല്ലാവരും തിരക്കുള്ളവരായി മാറി. ഇന്നത്തെ കാലത്ത് തിരക്കുള്ള ലോകത്തിൽ എല്ലാം ഇൻസ്റ്റൻ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കണം. ഇൻസ്റ്റൻറ്റ് ദോശ, ഇൻസ്റ്റൻറ്റ് ആട്ടപ്പൊടിയിൽ ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി, ഇൻസ്റ്റൻറ്റ് പുട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ലോകമാണിന്ന്. 2 മിനിറ്റ് കൊണ്ട് മാഗി കഴിച്ച് 1 മിനിറ്റ് കൊണ്ട് ഓഫീസിലെത്തുന്ന ആൾക്കാരായി നമ്മളിന്ന് മാറിയിരിക്കുന്നു. ആരോഗ്യം ശ്രദ്ധിക്കാൻ നമുക്കിന്ന് സമയമില്ലടോ. തിരക്കുള്ള ജീവിതത്തിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുക എന്നതും ഭക്ഷണം പാകം ചെയ്യാനുള്ള മടി, ഒന്നാമത് മടിയാണ്. ഭക്ഷണം പാകം ചെയ്യാനുള്ള മടിയും രുചിഭേദങ്ങൾ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയും പുതിയ ഭക്ഷണങ്ങളിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുകയും കൃത്രിമ രുചിക്കും മണത്തിനും അടിമയായി പുതിയ തലമുറയിലെ മനുഷ്യർ മാറുകയും ചെയ്തു. പുതിയ തലമുറയിലെ മനുഷ്യർ മാറുകയാണ്. കൃത്രിമമായി ഉണ്ടാക്കിയ ഭക്ഷണത്തിന് പിറകെ സഞ്ചരിച്ചുകൊണ്ട്, കൃത്രിമമായി ഉണ്ടാക്കിയ രുചികൾക്ക് പിറകെ സഞ്ചരിച്ചുകൊണ്ട് ആരോഗ്യം നശിപ്പിക്കുന്ന മനുഷ്യന്മാരായി നമ്മൾ ഇന്ന് മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെന്താ മക്കളെ പറയുന്നത്? വിഷരഹിതമായ പച്ചക്കറികൾ ലഭിക്കാൻ ആരും സ്വന്തമായി കൃഷി ചെയ്യാൻ തയ്യാറല്ല, സമയവുമില്ല. കുട്ടികൾക്കും വൈകുന്നേരങ്ങളിലും പലഹാരങ്ങൾ ആവിയിലും കനലിലുമൊക്കെ വേവിച്ചൊക്കെ പണ്ടുകാലത്ത് ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇന്ന് ബേക്കറികളിൽ നിന്ന് കൃത്രിമമായ നിറങ്ങളും മധുരവുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം മലയാളികളിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് വഴിതെളിച്ചു. പാക്കറ്റുകളിൽ നിന്നും വാങ്ങുന്ന പച്ചക്കറികൾ കഴിച്ചുകൊണ്ട്, പാക്കറ്റുകളിൽ നിന്നും വാങ്ങുന്ന പുതിയ മസാല പുരട്ടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് മക്കളെ നമ്മൾ ഇന്ന് എന്തായി മാറുന്നു? രോഗത്തിന് അടിമകളായി മാറുന്നു. എന്നാൽ ഇന്ന് ബേക്കറികളിൽ നിന്ന് കൃത്രിമമായി നിറങ്ങളും മധുരവുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം മലയാളികളിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് വഴിതെളിച്ചു. ജീവിതശൈലി രോഗം, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഇതൊക്കെ നമുക്കിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? നമ്മൾ എണ്ണയിൽ കരിച്ചതും പൊരിച്ചതും ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നതല്ലേ. ഇതൊക്കെ ഷുഗർ, ജ്യൂസ്, പിന്നെന്താണ് ചൂട് ചായ, മധുരട്ടത് എത്ര കഴിക്കും നമ്മൾ. ഇതൊക്കെ കഴിച്ച് നമ്മുടെ രോഗം ഇന്ന് കൂടിക്കൂടി വരികയാണ്. ജീവിതശൈലി രോഗം, ക്യാൻസറിന് വരെ ഇത് കാരണമായി തീരുന്നു. അപ്പം ഇത്തരത്തിൽ തെറ്റായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക വഴി നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. കുട്ടികളിൽ പോലും അമിതവണ്ണം, അമിതവണ്ണം, PCOD വരെ രോഗങ്ങൾ വരുന്നുണ്ട് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. രോഗങ്ങൾ വിളിച്ചു വരുത്തുന്ന ജീവിത രീതിയും ഭക്ഷണ സംസ്കാരവുമാണ് ഇന്നത്തെ തലമുറ സ്വീകരിക്കുന്നത്. അപ്പോൾ രോഗങ്ങൾ വിളിച്ചു വരികയാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടെ മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിൽ കാതലായ മാറ്റമുണ്ടായി. പുതുതലമുറ പുതിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ താല്പര്യം കാണിക്കുന്നു. ഇന്നത്തെ പല ഭക്ഷണ പദാർത്ഥങ്ങളും രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. നൽകിയിരിക്കുന്ന സൂചനകൾ കൂടി പരിഗണിച്ച് മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ എന്ന വിഷയത്തിൽ മുഖപ്രസംഗം, എഡിറ്റോറിയൽ തയ്യാറാക്കുക. മക്കളെ, എഡിറ്റോറിയൽ തയ്യാറാക്കുക, മുഖപ്രസംഗം, അത് ചോദ്യം വരാം. പത്രാധിപക്കുറിപ്പ്, ഒരു കോളമൊക്കെ വരച്ച് കൃത്യമായ ആധികാരികമായ ഭാഷയിൽ ഒരു പത്രാധിപർ എഴുതുന്ന പോലെ മുഖപ്രസംഗം എഴുതാൻ ചോദ്യം വരും. എന്താണ് ചോദ്യം? വിഷയം എന്താണ്? മലയാളികളുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ എന്ന വിഷയത്തിലെ മുഖപ്രസംഗം എഴുതാനാണ് ചോദ്യം. നോക്കാം നമുക്ക്. മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ തലക്കെട്ട് കൊടുക്കുക, എന്നിട്ട് എഴുതുക. ആരോഗ്യരംഗത്ത് ഒരു കാലത്ത് വികസിത രാജ്യങ്ങളെക്കാൾ മുന്നിൽ നിന്നിരുന്ന കേരളം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അഗാധതയിലേക്ക് പോയി. ആരോഗ്യരംഗത്ത് മുന്നിലുണ്ടായ കേരളം ഇന്ന് പിറകോട്ട് പോവുകയാണ്. ആരോഗ്യദായകം ആഹാരങ്ങളും ആരോഗ്യ പരിപാലന ഉപകരണങ്ങളും ആരോഗ്യ സൗന്ദര്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും ദേശം വിറ്റഴിക്കുന്നതും കേരളം തന്നെയാണ്. ആരോഗ്യകരമായ എല്ലാ ഭക്ഷണങ്ങളും ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നത് കേരളത്തിലാണ്. എന്നാൽ ഇന്ന് രോഗാവസ്ഥകളുടെ പിടിയിൽ കേരളം അമർന്നിരിക്കുന്നു. കേരളത്തിൽ രോഗമെന്ന് കൂടി വരികയാണ്. ഹൈജീനിക് ആവർത്തിച്ചു പറയുന്ന, വൃത്തി ആവർത്തിച്ചു പറയുന്ന മലയാളി പകർച്ചവ്യാധികളാൽ നട്ടം തിരിയുന്നത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. മലയാളി ഇന്ന് എന്തായി മാറുന്നു? രോഗത്തിൽ ഒരുപാട് അടിമകളായി മാറുകയാണ്. നിപ്പ വന്നു, ഓഗി വന്നു, പിന്നെ എന്തൊക്കെയാണ് മക്കൾ, കൊറോണ വന്നു. നമ്മളിതൊക്കെ ഓരോ രോഗത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. കോവിഡ് വന്നു. നടന്നു മരിക്കണം, കിടന്നു മരിക്കരുത് എന്ന് പറയുന്ന മലയാളി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഇന്ന് കൂടി വരികയാണ്. എല്ലാ രോഗങ്ങൾക്കുമുള്ള ആശുപത്രി വികസിച്ചു വരുന്ന ഒരു വ്യവസായ ഭൂമിയായി കേരളം ഇന്ന് മാറിയിരിക്കുന്നു.
ആശുപത്രിയിൽ പോലും നരകയാതന അനുഭവിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. വൈവിധ്യങ്ങളുടെ കേളിഗൃഹമായ കേരളം ആരോഗ്യ പ്രശ്നങ്ങളിലും സാമൂഹിക പ്രശ്നങ്ങളിലും പ്രതിലോമകരമായ സാമൂഹിക പ്രശ്നങ്ങളിലും പിന്നിലേക്ക് പോയിരിക്കുന്നു. ഒരു സാമൂഹിക പ്രശ്നമായി മലയാളികൾക്ക് എന്തായി ആരോഗ്യം മാറിയിരിക്കുന്നു. ഹോട്ടൽ ഭക്ഷണം കഴിച്ച് കൃത്രിമമായ ഭക്ഷണം കഴിച്ച് നമ്മൾ ആരോഗ്യം നശിപ്പിച്ചവരായി മലയാളി മാറിയിരിക്കുന്നു. കാരണം അറിയാൻ ആധുനിക ശാസ്ത്ര ഗവേഷണ ഉപകരണങ്ങളുടെ റിപ്പോർട്ടൊന്നും ആവശ്യമില്ല. പഞ്ചസാരയ്ക്ക് മധുരമുണ്ടെന്നറിയാൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, രുചിച്ചു നോക്കിയാൽ മാത്രം മതി. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 40 വർഷം കൊണ്ട് നാം മാറാരോഗങ്ങളുടെ അടിമയായി തീർന്നത്. മാറിയ ഭക്ഷണശീലം തന്നെയാണെന്ന് വ്യക്തമാക്കും. അപ്പം മാറിയ ഭക്ഷണശീലം കൊണ്ടാണ് നമ്മളിന്ന് രോഗികളായി മാറിയിരിക്കുന്നത്. ആഹാരം തന്നെയാണ് ഔഷധം, അല്ലേ? ആഹാരം തന്നെയാണ് ഔഷധം എന്ന് തിരിച്ചറിയാൻ പറ്റാത്തവർ നമ്മൾ മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, പഴവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, മത്സ്യമാംസാദികൾ, പച്ചക്കറികൾ എന്നിവ ധാരാളമുണ്ട്. അതിൽ പച്ചക്കറികൾ എന്ന പേര് വരാൻ കാരണം പച്ചക്ക് കഴിക്കുക, അതായത് ചെടിയിൽ നിന്നും അടർത്തിയെടുത്തത് അധികം താമസിയാതെ തന്നെ പാചകം ചെയ്ത് ഭക്ഷിക്കുക. എന്നാൽ ഇന്ന് നാം കഴിക്കുന്ന പച്ചക്കറികൾ ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞവയാണ്, അല്ലേ? നല്ല ഭക്ഷണം കഴിക്കാതെ, നല്ല പച്ചക്കറികൾ കഴിക്കാതെ നമ്മുടെ ആരോഗ്യം നശിച്ചുകൊണ്ട് ആമാശയം നശിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മലയാളി മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ ആധുനികമായ ടേസ്റ്റിയായ എന്നാൽ ഒരു ഗുണവുമില്ലാത്ത ഭക്ഷണം കഴിച്ച് ജീവിതത്തെ നശിപ്പിക്കുന്നവരായി മലയാളി മാറിയിരിക്കുന്നു. ഇതാണ് മലയാളിയുടെ മാറുന്ന ഭക്ഷണ രീതികൾ. ഈ വിഷയത്തിൽ എന്ത് വരാം മക്കളെ? ഒരു ചോദ്യം വരാം. അടുത്തൊരു ചോദ്യം എന്താണ്? ലോക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് നാടൻ ഭക്ഷണങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കുക. ഒരു പ്രസംഗം, പ്രഭാഷണം, നാടൻ ഭക്ഷണങ്ങളുടെ എന്താണ് പ്രാധാന്യത്തെക്കുറിച്ച് ഒരു പ്രസംഗം ചോദ്യം വരാം. അപ്പോൾ എന്ത് എഴുതാം മക്കളെ? നമസ്കാരം എന്ന് പറഞ്ഞ് തുടങ്ങുക, അല്ലെ? അല്ലെങ്കിൽ മാനസസിന് മന്ത്രം എന്ന് പറഞ്ഞ് തുടങ്ങുക, പ്രിയരെ എന്ന് പറഞ്ഞ് തുടങ്ങുക, എന്നിട്ട് എഴുതുക. എല്ലാ വർഷവും ഏപ്രിൽ 7 ലോക ആരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോകാരോഗ്യ ദിനം ആഘോഷിക്കപ്പെടുന്നു. പ്രഥമ ആരോഗ്യ സഭ 1948 ലോകാരോഗ്യ സംഘടന വിളിച്ചു ചേർത്തത്. 1950 മുതൽ എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം നാം ആചരിച്ചു വരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനം ആചരിക്കുന്നതോടൊപ്പം ഏതെങ്കിലും ആഗോള ആരോഗ്യ പ്രശ്നത്തെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഈ ദിനാചരണം പ്രയോജനപ്പെടുത്തുന്നു. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മാറിയ ഭക്ഷണ രീതികളെക്കുറിച്ചാണ്. നമ്മുടെ കുട്ടികൾ വരും തലമുറയുടെ വാഗ്ദാനങ്ങളാണ്. നമ്മുടെ ആരോഗ്യം രാജ്യത്തിൻ്റെ സമ്പത്താണ്. മാറിയ ഭക്ഷണ രീതികൾ നമ്മുടെ ശരീരത്തിലൂടെ മനസ്സിനെയും ബാധിക്കുന്നു. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്, അല്ലേ? ഇന്നത്തെ കുട്ടികളെ പുതിയ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യം നശിപ്പിക്കാൻ പാടില്ലെന്നുകൂടി നിങ്ങൾക്ക് ആരോഗ്യ ദിനത്തിൻ്റെ പ്രസംഗത്തിൽ പറയാൻ പറ്റണം. നല്ല ഭക്ഷണം കഴിച്ച് വളരാനുള്ള ആഹ്വാനമായിരിക്കണം നിങ്ങളുടെ പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണം എന്ന് പറയുന്നത്. പണ്ടുകാലത്ത് നമ്മുടെ മാതാപിതാക്കളും അപ്പൂപ്പന്മാരുമെല്ലാം ചെറുപ്പത്തിൽ കൃത്രിമമില്ലാത്ത ഭക്ഷണ സാധനങ്ങളാണ് കഴിച്ചിരുന്നത്. എന്നാൽ അവരുടെ കാലത്ത് വളരെ വിരളമായിരുന്ന പല രോഗങ്ങളും ഇന്ന് നമ്മുടെ തലമുറയിലുള്ള കുട്ടികൾക്ക് പോലും വ്യാപകമായി വരുന്നു, അല്ലേ? വയസ്സാകുമ്പോൾ വരുന്ന രോഗമാണെന്ന് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് വരുന്നത്. ഷുഗറും കൊളസ്ട്രോളും പ്രഷറും എല്ലാം ചെറുപ്പത്തിലെ കുട്ടികൾക്ക് വരുന്നു. കാരണം എന്താണ്? ജങ്ക് ഫുഡ്, പുതിയ ഭക്ഷണത്തോടുള്ള ഭ്രമം. എന്നാൽ നമുക്ക് നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ വിഷരഹിതമായ പച്ചക്കറികളും നമ്മുടെ നാട്ടിലുള്ള നാടൻ ഫലങ്ങളും കഴിക്കാൻ ശ്രദ്ധിക്കണം. പഴയതാണെങ്കിലും നല്ലതെല്ലാം നാം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് വേണ്ടത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന നാടൻ പലഹാരങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടത് അനിവാര്യമാണ്. ആവിയിൽ വേവിച്ചതും കൃത്രിമ രുചിയും മണവും ഇല്ലാത്തതുമായ ഭക്ഷണങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ശീലമാക്കുക, അല്ലേ? നല്ല പച്ചക്കറികൾ, കൃഷി ചെയ്ത് നല്ല പഴവർഗ്ഗങ്ങൾ കഴിച്ച് നമ്മുടെ ആരോഗ്യങ്ങൾ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണം അവസാനിപ്പിക്കാം. അപ്പം മക്കളെ, നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഭക്ഷണവും ആരോഗ്യം എന്ന് പറയുന്ന MP പരമേശ്വരൻ വിവർത്തനം ചെയ്ത ഈ ലേഖനം പഠിച്ചു കഴിഞ്ഞു. ഇതിൽ പ്രധാനമായിട്ടും ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം, അല്ലേ, ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം എന്നിവയാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നൂതനമായ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് കഴിച്ച് വയറ് കേടായി ആശുപത്രിയിലേക്ക് ഓടാതെ, അവർക്ക് പൈസ കൊടുക്കാതെ സ്വന്തം വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്ന നല്ല നാടൻ വിഭവങ്ങൾ കഴിച്ച്, മരച്ചീനി, കപ്പ, ചേമ്പ്, കാച്ചിൽ ഇതൊക്കെ കഴിച്ച്, ചീര, വേണ്ട, വഴുതിന ഇതൊക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യം എന്തായി മാറ്റുക മക്കളെ? പുഷ്ടിപ്പെടുത്തുക. നല്ല ആരോഗ്യമുള്ളവരായി, നല്ല ഭക്ഷണം കഴിച്ച്, നല്ല ചിന്തയുള്ളവരായി, നന്മയുള്ളവരായി നമുക്ക് മാറാൻ സാധിക്കണമെന്നാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. ഇപ്പം എല്ലാം സെറ്റല്ലേ? ഇപ്പം എല്ലാവരും ഉഷാറായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാം വിന്നർ. ബൈ.